കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ കൊട്ടാരക്കര താലൂക്ക് സമ്മേളനം MLA KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. മുതിർന്ന റേഷൻ വ്യാപാരികളെയും ചടങ്ങിൽ ആദരിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സമ്മേളനത്തിന്റെ ഭാഗമായി. പൊതുവിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രമുഖ സംഘടനയായ കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ കൊട്ടാരക്കര താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. 10 വർഷക്കാലം നടത്തിയ മികവാർന്ന പ്രവർത്തനങ്ങളുടെ അവലോകനവും പുതിയതായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. കൊട്ടാരക്കര MLA KN ബാലഗോപാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റേഷന്റെ മേഖലയിൽ പുതിയ ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട്. വീണ്ടും റേഷന്റെ അളവുകൾ കുറയ്ക്കുക, അതിന്റെ ഡയറക്റ്റ് പതുക്കെ ഈ റേഷൻ ഫുഡ് ഗ്രെയിൻ വിതരണം ഇങ്ങനെ വേണം, അതോ പണം അങ്ങ് അക്കൗണ്ടിൽ കൊടുത്താൽ മതിയോ എന്നൊക്കെയുള്ള ചർച്ചകൾ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ റേഷൻ ഡീലേഴ്സ് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട മേഖല തന്നെയാണ്. നമ്മുടെ ആളുകളുടെ ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന ഒരു മേഖലയാണ്. പ്രതിനിധി സമ്മേളനം സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി KB ബിജു ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളിലെ പോലെ വ്യാപാരികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി സമരങ്ങൾ തുടരാൻ സമ്മേളനത്തിൽ തീരുമാനമായി. താലൂക്കിലെ വ്യാപാരികൾ, സെയിൽസ്മെൻ എന്നിവരെ കൂടാതെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ നേതാക്കൾ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.